എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ്റെ ഇന്നത്തെ സാഹചര്യത്തെക്കുറിച്ചാണ്. കാരണം അയൽരാജ്യമാണ്, നാം ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു രാജ്യം കൂടിയാണ്. ഇപ്പോഴത്തെ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ POK പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീരിൽ ജനങ്ങൾ ആകെ തെരുവിലിറങ്ങി പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. അതിന് കാരണം അവർക്ക് ഭക്ഷണ സാധനമോ ഡീസൽ, എണ്ണ, പാചകവാതകം ഇവയൊന്നും ശരിയായ രീതിയിൽ കിട്ടുന്നില്ല. അവരുടെ ജനസംഖ്യയ്ക്ക് അനുസരണമായ രീതിയിലുള്ളതില്ലാതെ ജനങ്ങൾ പട്ടിണിയിലാണ്. ഓരോ ദിവസം ചെല്ലും തോറും അവിടുത്തെ സാഹചര്യം രൂക്ഷമായി മാറുന്നു. അങ്ങനെ ജനങ്ങൾ തെരുവിലിറങ്ങി. അവരെ നേരിടാൻ വേണ്ടി പാകിസ്ഥാൻ ഭരണാധികാരികൾ പട്ടാളത്തെ ഇറക്കി. പലരും മരണപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഭീതിജനകമായ ഒരു അന്തരീക്ഷമാണ്. ഇതിൽ ഇന്ത്യക്ക് ഒന്നും പ്രതികരിക്കാൻ വയ്യാത്തൊരു സാഹചര്യമാണ്. കാരണം ഇവരെയൊക്കെ സഹായിച്ചാൽ പണ്ട് നമുക്ക് ബംഗ്ലാദേശിൽ ഉണ്ടായ അതേ സാഹചര്യം ഉണ്ടായിക്കൊടുന്നില്ല. അപ്പോൾ വളരെ നല്ല രീതിയിൽ ആലോചിച്ചായിരിക്കും അതിനെന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുക. അതായിരിക്കും ചെയ്യുകയെന്ന് നമുക്കറിയാം. മറ്റൊന്നുള്ളത് ബലൂചിസ്ഥാൻ. അവിടെ അവർ സ്വയം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. എത്ര കണ്ട് സക്സസ് ആകുമെന്ന് നമുക്ക് അറിയാൻ സാധ്യമല്ല. ആയതിനാൽ വളരെ പരിതാപകരമായ രീതിയിൽ പാകിസ്ഥാൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പാകിസ്ഥാനും സൗദിയും തമ്മിൽ ഒരു സൈനിക ഉടമ്പടി വെച്ചു. ഏതെങ്കിലും രാജ്യത്തെ ആരെങ്കിലും ആക്രമിച്ചാൽ പരസ്പരം അവരെ ഈ കരാറുണ്ടാക്കിയ രാജ്യം സഹായിക്കണം. അതൊക്കെയായിരുന്നു നിബന്ധനകൾ. പക്ഷെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നേരെ തിരിഞ്ഞാണ്. കാര്യം ഹൂതികൾ സൗദി അറേബ്യയെ നിരന്തരമായി ആക്രമിക്കുന്നു. സൗദികൾ അവരെയും തിരിച്ചാക്രമിക്കുന്നു. അങ്ങനെ അവിടെ ഒരു മോശമായ സാഹചര്യമാണ്. ഇതിൽ പാകിസ്ഥാൻ ഒന്നും ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയാണ്. കാര്യം ഹൂതികളെ പാകിസ്ഥാൻ കൂടെ നിന്ന് നേരിടുകയാണെങ്കിൽ ഇറാൻ്റെ ശത്രുവായിട്ട് പാകിസ്ഥാൻ മാറും. അങ്ങനെ ഒരു വല്ലാത്തൊരു സ്റ്റേജിൽ അവർ എത്തപ്പെട്ടിരിക്കുകയാണ്. ഇനി മറ്റൊന്നുള്ളത്, സമാധാനപരമായ നല്ലൊരു അന്തരീക്ഷം ബലൂചിസ്ഥാൻ, പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീർ ഇവിടങ്ങളൊന്നുമില്ല. രണ്ടാമത് ഈ അഫ്ഗാനിസ്ഥാൻ്റെ ബോർഡറിൽ എപ്പോഴും തട്ടനും ഒരു സ്ഥലമൊക്കെയാണ്. ആകെ പിന്നെ ഈ താലിബാൻ്റെ ശല്യം. അങ്ങനെ വളരെ മോശമായ സാഹചര്യത്തിൽ പാകിസ്ഥാൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് എന്ത് ചെയ്യണം ഒന്നും അറിയില്ല. അത് പാകിസ്ഥാൻ ഭരണാധികാരികളും അവിടുത്തെ പട്ടാള നേതാക്കളും യാതൊരു ഗത്യന്തരമില്ലാതെ അവരിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ഇനി ഇവർക്കാകെയുള്ള ഒരേ ഈ ജനങ്ങളുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി ചെയ്യാനുള്ള ഒറ്റ ഒരു കാര്യം, അവർക്ക് ഇന്ത്യക്ക് എഗൻസ്റ്റായി യുദ്ധം ചെയ്യണം. അപ്പോൾ ഈ പാകിസ്ഥാനികൾക്ക് അങ്ങനെ അവർ യുദ്ധം തുടങ്ങി വെച്ചാലും ഇവർ പാകിസ്ഥാൻ ജനങ്ങളോട് പറയും, ഇന്ത്യക്കാർ നമ്മൾ ആക്രമിച്ചു, നമ്മൾ ഒന്നിച്ച് നിന്ന് പൊരുതണം. അങ്ങനെ ആ ശ്രദ്ധ മാറ്റും, അവരത് കാണിക്കും. പക്ഷേ ഇതിൽ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. കാരണം ഇവർ ബോധമില്ലാത്തൊരു ആൾക്കാരാണ്. അവർക്ക് എന്തും ചെയ്യാം. ഒന്നിനൊരു പ്രതിബദ്ധതയില്ല. രണ്ടാമത് ഇവർ ഏറ്റവും കൂടുതൽ കടം വാങ്ങി കൂട്ടിയിരിക്കുന്ന ഒരു രാജ്യമാണ്. എല്ലാ സ്ഥലത്തും കടം കിട്ടും, അവിടെ നിന്ന് കടം വാങ്ങും. അത് കുറച്ച് ഇവർ ഉപയോഗിക്കും, പട്ടാളക്കാർ മോട്ടിക്കും, തീവ്രവാദികൾക്ക് കൊടുക്കുക. വാങ്ങുന്ന ലോൺ അത് എന്തിനു വേണ്ടി വാങ്ങുന്നോ അതിനു വേണ്ടി അവർ ഉപയോഗിക്കാറില്ല. ഇതാണ് അവരുടെ സ്ഥിതി. അതുകൊണ്ട് നമ്മളെപ്പോഴും കെയർഫുള്ളായിരിക്കണം. ഏത് സമയത്തും യാതൊരു കാരണവുമില്ലാതെ പാകിസ്ഥാൻ നമ്മുടെ മേൽ എന്തെങ്കിലും സമ്മർദ്ദം ചെലുത്താനുള്ള സാഹചര്യം അതിലുണ്ടാക്കും. കാരണം അവർക്ക് അവരുടെ രാജ്യത്തെ സമാധാനപരമായി നിലനിർത്താനുള്ള യാതൊന്നും ഇവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അതെല്ലാം തകർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ജനങ്ങളെ അവരുടെ ശ്രദ്ധ മാറ്റി തിരിച്ചില്ലെങ്കിൽ ഇവർക്ക് എഗൻസ്റ്റായിട്ട് ജനങ്ങൾ മാറും. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ PLOയിൽ
പബ്ലിക് ഇവർക്ക് എഗൻസ്റ്റായിട്ട് മാറിയതും ഓടിക്കാൾ ഈ ബലൂചിസ്ഥാനിലെ പട്ടാളക്കാർ, അവരുടെ വിഘടനവാദികൾ, അവർ സ്വയമേ എന്താ പറയുക, സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതും. അപ്പോൾ ഇതൊക്കെ വല്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് എത്തിക്കുന്നത്. അതുകൊണ്ട് നാം വളരെ ശ്രദ്ധിക്കണം. അതിനപ്പുറം നമുക്ക് ഏറ്റവും കൂടുതൽ ദുഃഖകരമായൊരു കാര്യമാണ്, ഇതുവരെയായിട്ട് മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിന് ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാൻ സാധിച്ചില്ല. അതെപ്പോൾ ഉണ്ടാകുമെന്നും അറിയില്ല. അതും വല്ലാതെ നമ്മളെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. കാരണം ലക്ഷം ഇന്ത്യക്കാർ അവിടെ ജോലി ചെയ്യാണ്. അവരുടെ മാനസികാവസ്ഥ അത്ര നന്നല്ല, അവർ ഭീതിയിലാണ്. പക്ഷേ അവിടുത്തെ യുദ്ധങ്ങൾ കാര്യങ്ങളൊന്നും നമുക്ക് അതിൻ്റേതായ രീതിയിൽ നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നില്ല. എങ്കിൽ തന്നെയും ഒരു കോമൺ സെൻസ് വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ അന്തരീക്ഷം വളരെ മോശമാണ്, നല്ലതല്ല. അതിന് ഒരു അവസാനമില്ലെങ്കിൽ പാർട്ടിലി ഇന്ത്യക്കും അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടാകും. കാരണം ഈ ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം അവരാകെ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹോർമൂസ് കടലിടുക്കാണ്. അത് രണ്ട് കൂട്ടരും അവർ പിന്നോട്ട് പോകാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. ആരെങ്കിലും ഒരാൾ ജയിക്കണം, ഒരാൾ തോക്കണം. അതാണ് സാധാരണ യുദ്ധനീതി. ഇത് രണ്ടും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ അവർ എത്തപ്പെട്ടിരിക്കുന്നത്. എന്തായാലും നല്ലൊരു സമാധാനം വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പല കുടുംബാംഗങ്ങളും പലരും ഗൾഫിലുണ്ടായിരിക്കും. നമുക്ക് ഭീതിജനകമായ അന്തരീക്ഷത്തിലാണ് അവർ ജീവിക്കുന്നത് ഒക്കെ നമുക്കറിയാം. നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കല്ലാതെ മറ്റൊന്നും ഈ അവസരത്തിലൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇറാനും അമേരിക്കയ്ക്കും നല്ല ബുദ്ധി വരട്ടെ എന്നുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.